അമേരിക്കയിൽ ട്രംപിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വന്നപ്പോൾ ഇന്ത്യക്കാരുടെ പ്രതീക്ഷ വർദ്ധിച്ചിരുന്നു എന്നത് സത്യമാണ്. പ്രധാനമന്ത്രി മോദിയുമായുള്ള ട്രംപിന്റെ സൗഹൃദം തന്നെയായിരുന്നു ആ പ്രതീക്ഷയുടെ കാരണവും. എന്നാൽ പിന്നീട് സംഭവിച്ചത് നേരെ തിരിച്ചാണെന്ന് പറയേണ്ടി വരും. ട്രംപ് അധികാരമേറ്റെടുത്ത് ആദ്യം ചെയ്തത് അമേരിക്കയിലേക്കുള്ള ഇറക്കുമതി തീരുവ വർദ്ധിപ്പിക്കുകയാണ്. ഇത് ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളെയും ദോഷകരമായി ബാധിച്ചു. കാരണം ഇന്ത്യയും ചൈനയും യൂറോപ്യൻ യൂണിയനും അടക്കമുള്ള രാജ്യങ്ങളുടെ ഒരു പ്രധാന മാർക്കറ്റായിരുന്നു അമേരിക്ക. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സ്റ്റീൽ ഉൽപ്പാദക രാജ്യമായ ഇന്ത്യയെ സംബന്ധിച്ച് സ്റ്റീലും അലുമിനിയവുമായിരുന്നു അമേരിക്കയിലേക്കുള്ള കയറ്റുമതിയിൽ കൂടുതലും. എങ്കിൽ ചൈനയിൽ നിന്ന് പ്രധാനമായും ടെക് ഉൽപ്പന്നങ്ങളായിരുന്നു, കൂടാതെ സ്റ്റീലും ഇതിൽ ഉൾപ്പെട്ടിരുന്നു. ഇനി യൂറോപ്പിന്റെ കാര്യമെടുത്താൽ വാഹനങ്ങളും സ്പെയർ പാർട്സുകളും ഉൾപ്പെടെ ഓട്ടോമൊബൈൽ ഉൽപ്പന്നങ്ങളും. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും ഉൾപ്പെടെ കുറച്ച് രാജ്യങ്ങൾക്ക് തൽക്കാലത്തേക്ക് ഈ താരിഫ് മരവിപ്പിച്ചിരിക്കുകയാണ്. ചൈനയാണെങ്കിൽ നേരിട്ട് വ്യാപാര യുദ്ധത്തിനിറങ്ങി. പരസ്പരം താരിഫുകൾ വർദ്ധിപ്പിച്ചതോടെ അവർ തമ്മിൽ വ്യാപാരം നടക്കാതെയായി. ഇതോടെ ട്രംപ് തൽക്കാലത്തേക്ക് അല്പം ഒന്ന് അയഞ്ഞെങ്കിലും താരിഫ് ഭീഷണി അതുപോലെ തന്നെ നിലനിൽക്കുകയാണ്. ഇതിനിടയിലാണ് ഇന്ത്യയിലെ പഹൽഗാം ഭീകരാക്രമണവും ഓപ്പറേഷൻ സിന്ദൂറും ഒക്കെ നടക്കുന്നത്. ഇതോടെ ട്രംപ് പതുക്കെ പാകിസ്ഥാൻ ഭാഗത്തേക്ക് ചായുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. ഇതിന് പിന്നിൽ പലതരത്തിലുള്ള സാമ്പത്തിക വ്യാപാര താൽപ്പര്യങ്ങളുമുണ്ട്. ഇതിന്റെ വിശദമായ ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിരുന്നു. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്യാം. നിലവിൽ ഇന്ത്യ അമേരിക്കയുമായി വ്യാപാര കരാറിനായി ചർച്ചകൾ നടത്തി വരികയാണ്. എന്നിരുന്നാലും ട്രംപ് ഇടയ്ക്കിടെ ഇന്ത്യയെ ചൊറിയുന്നത് തുടർന്നുകൊണ്ടേയിരുന്നു. ആപ്പിൾ സിഇഒ ടീം കുക്കിനോട് ഇന്ത്യയിൽ ഐഫോൺ ഉൽപ്പാദിപ്പിക്കേണ്ട എന്ന് നിർദ്ദേശിച്ചു. എന്നാൽ ഈ നിർദ്ദേശത്തെ മറികടന്ന് ആപ്പിൾ ഐഫോൺ നിർമ്മാതാക്കളായ ഫോക്സ്കോൺ ഇന്ത്യയിലെ തമിഴ്നാട്ടിലെ പ്ലാന്റിന്റെ വിപുലീകരണത്തിനായി ഏകദേശം 13,000 കോടി നിക്ഷേപിക്കുകയാണ് ചെയ്തത്. ഈ പ്രഖ്യാപനത്തിന് പിന്നാലെ അമേരിക്കയിലേക്കുള്ള ഐഫോൺ ഇറക്കുമതിക്ക് 25% അധിക തീരുവ പ്രഖ്യാപിച്ചുകൊണ്ട് ട്രംപ് വീണ്ടും രംഗത്തെത്തി. പിന്നെ ഇന്ത്യയും വെറുതെ ഇരുന്നില്ല. അമേരിക്കയിൽ നിന്നുള്ള 29 ഉൽപ്പന്നങ്ങൾക്ക് താരിഫ് ഉയർത്തുകയും ചെയ്തു. ഇതിൽ അമേരിക്കയിൽ നിന്നുള്ള ആപ്പിൾ, ബദാം, പിയേഴ്സ്, ബോറിക് ആസിഡ്, ആന്റി ഫ്രീസിംഗ് ഏജന്റുകൾ എന്നിവ ഉൾപ്പെടുന്നു. ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് താരിഫ് വർദ്ധിപ്പിച്ചത് മൂലം ഏകദേശം 66,000 കോടിയുടെ കയറ്റുമതിയെയാണ് ദോഷകരമായി ബാധിച്ചത്. എന്നാൽ ഇന്ത്യയുടെ ഈ പുതിയ നടപടിയിലൂടെ ഏകദേശം 16,500 കോടിയുടെ തീരുവ ഇന്ത്യക്ക് ലഭിക്കും. ഇന്ത്യയുടെ ഈ പ്രഖ്യാപനം വന്നതോടെ അമേരിക്ക ഈ തീരുമാനത്തിനെതിരെ ലോക വ്യാപാര സംഘടനയിൽ പരാതിപ്പെട്ടു. ഇതിനെ അമേരിക്കയുടെ ദേശീയ സുരക്ഷാ പ്രശ്നമായാണ് അവതരിപ്പിച്ചത്. അമേരിക്കയുടെ താരിഫുകൾക്ക് നേരെ ചൈനയ്ക്ക് പിന്നാലെ ഇന്ത്യ കൂടി തിരിച്ചടി നൽകിയതോടെ ആകെ ഞെട്ടിയിരിക്കുകയാണ് ട്രംപ്. അല്ലെങ്കിൽ തന്നെ സ്വന്തം രാജ്യത്തെ ജനങ്ങളിൽ നിന്നും പാർട്ടിയിൽ നിന്നും തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ലോകരാജ്യങ്ങൾ കൂടി യുഎസിന് നേരെ പ്രതികാര നടപടികൾ ആരംഭിച്ചാൽ ട്രംപിന് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരും. നേരത്തെ കുടിയേറ്റക്കാരോടെടുത്ത സമീപനം ജനങ്ങൾക്കിടയിലും ലോകരാജ്യങ്ങൾക്കിടയിലും എതിരഭിപ്രായങ്ങൾ സൃഷ്ടിച്ചിരുന്നു. ഇതിനു പുറമെ ഏറ്റവും അടുത്ത സുഹൃത്തും ട്രംപിന്റെ സാമ്പത്തിക സ്രോതസ്സുമായ ഇലോൺ മസ്കും അകലുകയും തൽക്കാലത്തേക്ക് രാഷ്ട്രീയം തന്നെ മതിയാക്കാൻ തീരുമാനമെടുക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് മൂഡീസ് അമേരിക്ക കടക്കെണിയിലാണെന്ന് പ്രഖ്യാപിക്കുകയും അമേരിക്കയുടെ സോവറിൻ റേറ്റിംഗ് കുറയ്ക്കുകയും ചെയ്തത്. ഇങ്ങനെ ഏത് തരത്തിൽ നോക്കിയാലും ട്രംപിന്റെ അഹങ്കാരത്തിന് അടി കിട്ടി തുടങ്ങിയിരിക്കുന്നു. ഇത് ഇനി എത്രത്തോളം അമേരിക്കയ്ക്ക് ദോഷം ചെയ്യുമെന്ന് കാത്തിരുന്നു കാണാം. ഇനി ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ.